ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ എടുത്തിട്ട് എനിക്കതിനുള്ളൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നില്ല. സോ ഇന്ന് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ കുക്കിംഗ് വീഡിയോ. സോ വി ആർ ഗോയിങ് ടു മേക്ക് പാൻ കേക്ക്. ഈ പാൻ കേക്ക് ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ അത്രയും വലിയ ഷെഫല്ല. സോ വി ഹാവ് എ ഷെഫ്. ദിസ് ഇസ് മൈ ഷെഫ്. We are making pancakes. ഇങ്ങനെ ഉണ്ടാവും ബാവച്ചിയുടെ പാൻ കേക്ക് എന്ന്. ഓക്കെ, Let's go. ഞാൻ ഇങ്ങനെ പാൻ കേക്ക് എൻ്റെ ഓർമ്മയും ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ കാണാറുണ്ട് വീഡിയോസൊക്കെ. എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്കിങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഞാൻ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഓക്കെ, മുട്ട 1 egg, അതായത് 2-3 പേർക്കൊക്കെ ഉള്ളതാണെങ്കിൽ 1 egg is enough. ആൻഡ് ഇറ്റ്സ് മിൽക്ക് നമ്മൾ 1/2 കപ്പാണ് യൂസ് ചെയ്യുന്നത്. വാനില, പിന്നെ കുറച്ച് ഹണി. ഇത് സോളിഡ് ഹണിയാണ്, കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡ് ആവും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് ബേക്കിംഗ് പൗഡർ. ഉപ്പും ബേക്കിംഗ് സോഡയും അല്ല, ബേക്കിംഗ് പൗഡർ, നോട്ട് ബേക്കിംഗ് സോഡ. ആൻഡ് ദിസ് ഷുഗർ. പിന്നെ നമുക്ക് വിസ്ക് ചെയ്യാനായിട്ട് ഇത് വേണം, പിന്നെ മൈദ കൂടെ വേണം. സോ ദാറ്റ്സ് എ ഹോൾ ഇൻഗ്രീഡിയൻറ്റ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓയിൽ കൂടെ യൂസ് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അത്ര ഓയിൽ ഇല്ലാത്തത് കൊണ്ട് വി ആർ നോട്ട് യൂസിങ് ഓയിൽ ഉള്ളൂ. പിന്നെ നമുക്ക് ബട്ടർ കൂടി വേണം. പക്ഷെ അത് നമ്മൾ ഓയിലിന് പകരം പാനിൽ ഇടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിക്സ് ചെയ്യാനുള്ള ബൗൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ കീ ബൗൾ. ഇതിലാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടേക്കിംഗ് എ ബിഗ് ബൗൾ. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മൈദ. ഇത് 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് ഷുഗറാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഷുഗർ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് 1/2 കപ്പ് മിൽക്ക്. ഇതും കൂടെ ഇട്ടിട്ട് മിക്സ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാൻ പോകുന്നു. കുറച്ച് ഉപ്പ് ഇടാവൂ കേട്ടോ. കൂടുതൽ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാൻ കേക്കിൻ്റെ രുചി ഉപ്പായി പോകും. ആൻഡ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. വാനില എക്സ്ട്രാക്ട്. അത് കുറച്ച് എൻ്റെ ദേഹത്തുകൂടെ ഒഴിച്ചു. അത് നമ്മൾ സാധാരണമായി അടുക്കള കയറുമ്പോൾ ഉണ്ടാവുന്നതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? ഓക്കെ, അപ്പോൾ 1 കപ്പ് മൈദ നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ചായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അടുത്തത് ഇടുക. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക. മിക്സിങ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ ബ്ലാക്ക് തിങ്? പാചകം മാത്രമേ ഉള്ളൂ, പാചകമില്ല ഗൈസ്. ഇപ്പൊ ഇളക്കുന്നത് ഞാനാണ്. എന്നിട്ടാണ് ഇവിടെ പറയുന്നത്. കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായിപ്പോ, അപ്പൊ ആയിട്ടില്ല. ഇനി ഇച്ചിരി കൂടി നമുക്ക് ഇട്ടു. അതായത് നമ്മൾ ഇത് ടിക്ക് പോലെ ഒരു ടിക്ക് രൂപത്തിലേക്ക് വരണം. അതുവരെ നമ്മൾ മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് മാറി മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോസ് ബൗൾ That's not rose, it's pink. നെക്സ്റ്റ് ട്രിപ്പ് ആൻഡ് ലാസ്റ്റ് ട്രിപ്പ് ഇതാണ്. ഓക്കെ, ഞാൻ മടുത്തു. അത് കാരണം കൊണ്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഇതുണ്ടല്ലോ ഇച്ചിരി തിക്കായിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചിട്ട് ഇതിനെ ലൂസ് ആക്കുകയാണ്. ഏത് കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് ഈ ഒരു ഇത്, അതായത് ഇങ്ങനെ ആവുന്ന ഒരു കൺസിസ്റ്റൻസിയെ നമുക്ക് പാടൂ.
ആക്ച്വലി കുക്കിങ്ങിൽ കുറേ ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് ഞാൻ അത്ര ബേക്കിംഗ് പേഴ്സൺ അല്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് സ്വീറ്റ് ടൂത്ത്. എനിക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. പക്ഷേ പാൻ കേക്ക് ഇഷ്ടമാണ്, ബിക്കോസ് ഇറ്റ് സിമ്പിൾ. അതാണ് ഇത് പറയാൻ നമുക്ക് നേരം വിളിപ്പിച്ചത്. പാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഇങ്ങനത്തെ ഏതെങ്കിലും എന്തൊക്കെ പറയുന്നത് മെഷറിംഗ് കപ്സ് യൂസ് ചെയ്തിട്ട് പാനിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാക്ട് ഷേപ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ദാറ്റ്സ് ദ ടിപ്പ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം അരിയാൻ പോകുന്നത്. പഴം വെച്ചിട്ടാണ്, ചെറുപഴമാണ് എനിക്കിഷ്ടമുള്ള സാധനം വെച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. പാൻ വെച്ചു. എല്ലാം കൂടി ഇപ്പോൾ കത്തിപ്പിടിച്ചേനെ. ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ നമ്മൾ ഇതിൽ നോ, അതിൻ്റെ ആവശ്യമില്ല. അത് റാപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഓക്കെ, മതി മതി മതി. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഇങ്ങനെ എടുക്കാനായിട്ട്. ഇറ്റ്സ് എ ബിറ്റ് മെസ്സി, പക്ഷേ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ലോ ടു മീഡിയം ലെവലിൽ നമ്മൾ തീയിടണം. എന്നിട്ട് നമ്മൾ കുറച്ച് ബബിളൊക്കെ ഫോം ചെയ്ത് വന്ന് തീരാറാവുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മെല്ലെ എടുക്കണം. ഓക്കെ, ഇത്രയും കരിയാൻ പാടില്ല കേട്ടോ ഷെഫ്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെ ഏകദേശം ഒരു വശം ആകുന്ന സമയത്ത് നമ്മളിതിന് മറച്ചിടുക. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. ഈ രീതിയിൽ വരണം അടിഭാഗം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ ഈ കോർണർ ഭാഗത്ത് ഒരു ഇച്ചിരി പോലെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് മൊത്തം ഇങ്ങനെ വേണം വരാനായിട്ട്. ആസ് യു ക്യാൻ സീ, ഇവിടെ ഫസ്റ്റ് പാൻ കേക്ക് ഇച്ചിരി ദോശ പോലെ ആയിട്ടുണ്ട്. പക്ഷെ അതിന് അഭിമാന പുരസ്കാരം ഞങ്ങൾ പറയുന്നത് ഫസ്റ്റ് പാൻ കേക്ക് ദോശ പോലെ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടി. ഇത് ഇച്ചിരി കുട്ടിയായിപ്പോയി. സൈസ് ഡസന്റ് മാറ്റർ. സോ ഇതാണ് നമ്മുടെ പാൻ കേക്ക്. ബ്യൂട്ടിഫുൾ. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് കണ്ണും മൂക്കും വെച്ച് കൊടുക്കണം? ഇതെന്താണ് ഇത് മൈലാഞ്ചിട്ട് കൊടുക്കണ പോലെ? മേലേക്ക് വെക്ക സ്ത്രീയെ. എന്താ പാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത്? യു ഹാവ് ഓൺലി വൺ ജോബ്. ഫസ്റ്റ് എൻ്റെ പാൻ കേക്ക് അങ്ങനെയല്ല, ടേക്ക് ദിസ്. ഇതിനെ കുറച്ച് ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇവളുടെ ക്രിയേറ്റിവിറ്റി. ഇനി നമ്മൾ ഹണി ഒഴിക്കുന്നത് അവളുടെ ക്രിയേറ്റിവിറ്റി അല്ല കേട്ടോ. ഡ്രിസിൽ ഓഫ് ഹണി. ഇറ്റ്സ് വൈറ്റ് ഹണി. ആബ്സല്യൂട്ട് പാൻ കേക്ക്. ഇതാണത്. സഹൃദയരായ നാട്ടുകാരെ, അങ്ങനെ പ്രീതപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. പിന്നെ സഹായിക്കാൻ എൻ്റെ ജീവൻ പണയം വെച്ച് ഇതെങ്ങനെ ഇരിക്കും എന്ന് ഞാൻ നോക്കാൻ പോവാണ്. കൈ ഒന്ന് നോക്കി. പക്ഷെ ഇതെങ്ങനെ ഒരു സൈഡിൽ നിന്ന് മുറിച്ചെടുക്കും നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെടാതെയൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ മോള് വെച്ചാൽ ഹണിയാണ്. കൊള്ളാം, കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രീത ചേച്ചി അപ്രൂവ്ഡ്. സോ ഗൈസ്, നെക്സ്റ്റ് ഞാൻ അപ്രോച്ച് ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ അപ്രോച്ച്. You should try this recipe because it's simple. നിങ്ങൾക്ക് ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ ചോക്ലേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ പറ്റില്ല. ബട്ട് വി ചൂസ് ഹെൽത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ മൈദ, ഓയിൽ എല്ലാം ഒഴിച്ചുണ്ടാക്കിയത്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. കുറച്ച് താഴ്ച പിടിച്ച എക്സ്പ്രഷൻ ആണ്.
ആക്ച്വലി ഇത്ര കാലം ഉണ്ടാക്കിയതിൽ ദിസ് ദ ബെസ്റ്റ് ബിക്കോസ് മനുഷ്യനോട് കൂടെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ട് പുരോഗതി ഉണ്ടാവും. ഞാൻ അളവ് നോക്കിയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്. അതുവരെ ഒരു ഇത്തിരി മൈദ ഒരു ഇത്തിരി പാല് അങ്ങനെ അല്ലാതെ അളവ് നോക്കിയിട്ടില്ല. ഗൈസ് പ്രീതിപ്പോൾ ലവ് ദ പാൻ കേക്ക്. വെറുതെ ഇരുന്ന് തിന്നുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടത് വിത്തൗട്ട് ഹണിയാണ്. പ്രീതു ചേച്ചി ഒരു ഷുഗർ ടൂത്ത് പേഴ്സൺ ആണ്. ഐ മീൻ സ്വീറ്റ് ടൂത്ത്. തീർന്നു ഗൈസ്. ഇനി നമ്മുടെ വോഫിൾ പേപ്പറും കൂടെ ബാക്കിയുള്ളൂ. ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമ്മളിനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരും. അടുത്ത വട്ടം സ്നാക്കൊന്നല്ല, ഒരു വലിയ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വിന്താലു. അപ്പം ആനി മിക്കവാറും വീഡിയോ കാണുമ്പോൾ വിചാരിക്കണം ദൈവം, പക്ഷെ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബീഫ് വിന്താലു ആണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ. ഓക്കെ ബൈ. ബൈ.